സലിൽ ചൗധരി ഹിറ്റ്സ് റൗണ്ടിലേക്ക് ടോപ്പ് സിംഗറിന്റെ സ്വന്തം വൈഗ കുട്ടി എത്തുന്നു. വെൽക്കം വൈഗ. ഹായ്. അപ്പൊ വൈഗക്കുട്ടി എല്ലാരും ഇമിറ്റേറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞു. അത് മാത്രമല്ല സലിതായ വരെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ആണോ? സലിൽദായ വല്ലതും ചെയ്താ ഞാൻ പറഞ്ഞേക്കാം. എന്റെ മാമനെ തൊട്ട് കളിച്ചാൽ മീനുട്ടിനെ കാണിക്കും. അപ്പൊ നമ്മുടെ സലീൽ ചൗധരി റൗണ്ടിലാണ്. അല്ല, ഇങ്ങനൊന്നും അല്ല കേട്ടോ. പൊളിഞ്ഞ് മോളെ മീനാക്ഷി ഈസ് 100% പ്രൊഫഷണൽ. ഇങ്ങനാണോ? പൊളിഞ്ഞ്. അപ്പൊ അടുത്ത ആള് ഇനി അടുത്ത അജിറ്റി ഗൗതം ഗൗതം ആട്ടൻ. കളിപ്പാട്ടമായി കൺമണി വരുന്നു. അത് കലക്കി. ഇനി അടുത്ത അത് കലക്കി. കാരണം എന്താണെന്നറിയോ, അവൻ ഒരിക്കലും അവൻ ക്യാമറ നോക്കും. മാത്രമല്ല വലത്തോട്ട് നിന്നിട്ട് ഇങ്ങനെ പാടും. കലക്കി. അടുത്താരാ? ജഡ്ജസിനെ ചെയ്യേ. നിത്യമാമൻ, ആയുഷ്, ഇതൊക്കെയാണ് മെയിൻ ആൾക്കാര്. വൈകക്കുട്ടി നന്നായി പാടി. ഇനിയും കുറച്ച് റൗണ്ട് കിടക്കുകയല്ലേ. അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഒരു പാവരിച്ച് കിടന്നു. മോളെ എന്തായാലും നിനക്കൊരു നീ ഒരു കലാകാരിയാണ് കേട്ടോ. കാരണം പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ മിമിക്രിക്ക് ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്. കാരണം അങ്ങനെ അധികം പേര് മിമിക്രിയിൽ ഈ ലേഡീസ് വന്നിട്ടില്ല അല്ലേ? ശരിയാ. അപ്പൊ ഇനി ഭാവിയിൽ ഒരു ലേഡി മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് അതും കൂടെ പാട്ടിന്റെ കൂടെ. അപ്പൊ ഈ പാട്ടിന്റെ ഇടയ്ക്ക് നമ്മള് സാധാരണ ഗാനമേളയ്ക്ക് മിമിക്രി ഡാൻസ് ഒക്കെ വരത്തില്ലേ? ഇത് വേറെ ആള് വേണ്ട. വേണ്ട, ഒറ്റയ്ക്ക് നിന്ന്. ഏത് പാട്ടാ മോളെ പാടുന്നത്? മേലെ പൂമല താഴെ തേനല. നടുക്കോ മോളെ? നടുക്കൊന്നുമില്ല, കണ്ടെത്തിയിട്ടില്ല. മേലെ പൂമല താഴെ തേനല കാറ്റേ വാന്ന്. അതിന്റെ നടുക്കൂടെ കാറ്റ്. ഇവർ രണ്ടുപേരും അവിടെ ഉണ്ട്, അതുകൊണ്ട് സേഫായിട്ട് നടുക്കൂടെ വന്നോളൂ കാറ്റേന്ന്.